ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും HSA ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ടോണി മോറിസൻ്റെ ദ ബ്ലൂവെസ്റ്റ് ഐ എന്ന് പറയുന്ന നോവലിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഏതാണ്ട് 22ഓളം ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിക്കൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ വാസ് ദ ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമൺ വൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? ക്വസ്റ്റ്യൻ ഇതാണ്: ഹൂ വാസ് ദ ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമൺ വൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? ആരാണ്? ടോണി മോറിസൺ. ടോണി മോറിസൺ ആഫ്രോ അമേരിക്കൻ റൈറ്ററാണ് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഹു വാസ് ദ ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമൺ വൺ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ? ആരാണ്? ടോണി മോറിസൺ. ഏത് ഇയറിലാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1993 ഓക്കെ, 1993 ടോണി മോറിസണ് ഇവിടെ ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമണിനുള്ള നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമൺ ആണ് അവർ എന്താണ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ആഫ്രോ അമേരിക്കൻ വുമൺ ആണ് ടോണി മോറിസൺ, 1993. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: What it deal with Toni Morrison's novels? What it deal with Toni Morrison's novel? ടോണി മോറിസൻ്റെ നോവലിൽ എന്താണ് മെയിനായിട്ട് എന്താണ് കൊണ്ടുവരുന്നത്? ആൻസർ നോക്കുക. ടോണി മോറിസൺസ് നോവൽസ് dealt with the historical experiences of African Americans within white social and cultural environment. ഒന്ന് ശ്രദ്ധിക്കുക, എന്താണ് ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് ആരുടെ ആയിരിക്കും? നമുക്കറിയാം ആഫ്രിക്കൻ റൈറ്റേഴ്സൊക്കെ ആകുമ്പോൾ ശരിക്കും അവരുടെ ആ ഒരു ലൈഫിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയായിട്ടും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ദ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻസ് എവിടെ? വിത്തിൻ വൈറ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയറമെൻറ്റ് അല്ലേ, വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിലുള്ള ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസിനെ കുറിച്ചാണ് ടോണി മോറിസൻ്റെ മിക്ക നോവലിലെ പ്രതിപാദ്യ വിഷയം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വെൻ ഡിഡ് ദ നോവൽ ദ ബ്ലൂവെസ്റ്റ് ഐ പബ്ലിഷ്? വെൻ ഡിഡ് ദ നോവൽ ദ ബ്ലൂവെസ്റ്റ് ഐ പബ്ലിഷ്? ആൻസർ 1970. When did the novel The Bluest Eye publish? Answer 1970. When did the novel The Bluest Eye publish? Answer എന്താണ്? 1970. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെറ്റിംഗ് പ്ലേസ് ഓഫ് ദ നോവൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അത്. ഈ സെറ്റിംഗ് പ്ലേസ് ഒക്കെ ചില വർക്കുകളിലാണ് ചോദിക്കുക. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ് സെറ്റിംഗ് പ്ലേസ് ഓഫ് ദ നോവൽ. ആൻസർ എന്താണ്? ലൊറൈൻ, ഓഹിയോ. ലൊറൈൻ, ഓഹിയോ. സെറ്റിംഗ് പ്ലേസ് ഓഫ് ദ നോവൽ ലൊറൈൻ, ഓഹിയോ. ലൊറൈൻ, ഓഹിയോ. ഇത് ഓർത്തിരിക്കുക, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഓപ്ഷനൊക്കെ ഈ ഒത്തിരി ഓപ്ഷൻസ് തന്നിട്ട് ചിലപ്പോൾ ഈ ഒരെണ്ണം മാത്രം തന്ന് ബാക്കിയൊക്കെ തെറ്റായിട്ട് നമുക്ക് അതിനെ സെലക്ട് ചെയ്ത് എഴുതാൻ നമുക്ക് അറിയണം. ഓക്കെ, ലൊറൈൻ, ഓഹിയോ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: The protagonist of the novel. Protagonist of the novel. Protagonist of the novel നമുക്കറിയാം പെക്കോള ബ്രീഡ്ലോവ് അല്ലേ, പെക്കോള ബ്രീഡ്ലോവ്. ഓർക്കുണ്ടാവുമല്ലോ ഏതാണ് ദ ബ്ലൂവെസ്റ്റ് ഐൻ്റെ ആ ഒരു എന്താണ് അതിൽ വരുന്ന കണ്ടൻറ്റ് എന്താണെന്നൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, പെക്കോള ബ്രീഡ്ലോവ്. പക്ഷേ ഈ ഒരു പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കും അല്ലേ, ചോളി, പോളിൻ, പെക്കോള എന്നൊക്കെ പറഞ്ഞ ആക്ടേഴ്സൊക്കെ ഓർക്കുണ്ടാവും. സിക്സ്ത് ക്വസ്റ്റ്യൻ ഇതാണ്: How does the bluest eye open? How does the bluest eye open? How does the bluest eye open? Again ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ ഇതാണ്: The bluest eye opens with a Dick and Jane paragraphing. Okay, opens with a Dick and Jane paragraphing. The bluest eye opens with a Dick and Jane paragraphing. How does the bluest eye open? The bluest eye opens with a Dick and Jane paragraphing. Okay. ഇനി
അടുത്തൊരു ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം ഓരോന്നിലും ഓരോ നറേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നറേറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്, നോക്കാം. 7th ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി നറേറ്റേഴ്സ് ആർ ദർ ഇൻ ദ നോവൽ? ഹൗ മെനി നറേറ്റേഴ്സ് ആർ ദർ ഇൻ ദ നോവൽ? ഓക്കെ, സാധാരണയായിട്ട് നമുക്ക് മിക്കതും ഒരു നറേറ്ററാണ് കാണുക അല്ലേ. അപ്പോൾ ഇവിടെ നറേറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്നല്ല എന്ന് നമുക്കവിടെ ഷുവറാണ്. ഓക്കെ, ഹൗ മെനി നറേറ്റേഴ്സ് ആർ ദർ ഇൻ ദ നോവൽ? എത്ര നറേറ്റേഴ്സാണ് ഈ ഒരു നോവലിൽ കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ആൻസർ ഇതാണ്. എന്താണ്? നമുക്കറിയാം ക്ലോഡിയ മാക്റ്റിയർ ആണ് നമുക്കറിയുന്ന ഒരു നറേറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ 2 നറേറ്ററാണ് വന്നിട്ടുള്ളത്. ടു നറേറ്റേഴ്സ് ആർ there in the novel. First one Claudia Mactier and an omniscient narrator. ഓക്കെ, അങ്ങനെ 2 നറേറ്ററാണ് വരുന്നത്, ക്ലോഡിയ മാക്റ്റിയറും ആൻഡ് ആൻ ഒംനീഷ്യൻറ്റ് നറേറ്റർ. ഓക്കെ, ഇനി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നറേറ്റർ ചോദിച്ചിട്ട് ചിലപ്പോൾ ക്ലോഡിയയുടെ പേര് മാത്രം തരും. അപ്പോൾ അതല്ല, ഓപ്ഷനിൽ നിന്ന് അല്ലേ ക്ലോഡിയ മാക്റ്റിയർ തരും, പിന്നെ നമ്മുടെ ഒംനീഷ്യൻ നറേറ്റർ എന്ന് പറഞ്ഞു തരും, എന്നിട്ട് സി ബോത്ത് എ ആൻഡ് ബി എന്ന് തരും, അല്ലെങ്കിൽ ഡിയിൽ പിന്നെ നൺ ഓഫ് ദീസ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്കറിയാം 2 നറേറ്റർ ഉണ്ടെന്നറിയാം, അത് ഓർത്തിരുന്ന് എഴുതാം. ഇനി 8ാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഹൂ ഈസ് പെക്കോളാസ് ഫാദർ? ആരാണ് പെക്കോളയുടെ ഫാദർ? നമുക്കറിയാം അല്ലേ, ആരാണ്? പെക്കോള ഫാദർ ആരാണ്? ചോളി ഈസ് പെക്കോളാസ് ഫാദർ. അപ്പോൾ പിന്നെ മദർ നമുക്കറിയാലോ, പൗലീൻ അല്ലേ. മദർ ആരാണ്? പൗലീൻ ചോളി ആൻഡ് പെക്കോള. ഓക്കെ, ചോളി, മദർ പൗലീൻ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ചില നോവൽസ് അല്ലെങ്കിൽ ചില വർക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കും. അല്ലെ നമ്മുടെ ചില പോംസിൽ നമുക്ക് സാധാരണ ലൈൻസൊക്കെ ചോദിക്കും, എവിടെ നിന്നാണ് അല്ലെ ഐഡൻറ്റിഫൈ ദ ലൈൻസ് എന്നൊക്കെ പറഞ്ഞു തരും. അതേപോലെ തന്നെ ചില വർക്കുകളിൽ ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കും, അതുകൊണ്ട് തന്നെ ചോദിക്കും. 9th ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ നോവൽ? എന്താണ് ഫസ്റ്റ് ലൈൻ? Quite as it's kept, there were no marigolds in the fall of 1941. Quiet as it's kept, there were no marigolds in the fall of 1941. This is the first line of this novel. Okay, 10th question നോക്കാം. Where did Claudia and Frieda live? എവിടെയാണ് ക്ലോഡിയയും ഫ്രൈഡയും? അവരാരാണ്? സിസ്റ്റേഴ്സാണ് അല്ലേ. ലിവ്. ആൻസർ, they lived in Lorain, Ohio. with their parents. They lived in Lorain, Ohio with their parents. ഇതൊരു പാസ്റ്റ് നറേഷനാണ് അല്ലേ, അതറിയാലോ ക്ലോഡിയയുടെ. ദേ ലിവ്ഡ് ഇൻ ലൊറൈൻ, ഓഹിയോ വിത്ത് ദെയർ പാരൻസ്. ഇനി 11th ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ്, നോക്കുക. ദ നോവൽ ഈസ് റണ്ണിങ് ത്രൂ ഡാഷ്. ഏതൊരു കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്? എവിടെയാണ്? ആൻസർ ഇതാണ്. ദ നോവൽ ഈസ് റണ്ണിങ് ത്രൂ ഡാഷ് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഒബ്ജക്റ്റീവാണ്. എക്സാമിന് ഏതാണ്ട് ഐഡിയ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. ഓക്കെ, ദ നോവൽ ഈസ് റണ്ണിങ് ത്രൂ ദ ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലേ. അപ്പോൾ അവരുടെ എന്താ പറയുക, ചോളിയുടെയൊക്കെ ആ ഒരു ലൈഫും അതേപോലെ ചോളിയുടെ ആ വൈറ്റ് പീപ്പിളിൻ്റെ ഇടയിൽ അവരുടെ ആ ലൈഫ്, ആ കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ഓർത്തിരിക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് പെക്കോളാസ് ബ്രദർ? ആരാണ്? സാമി.
എന്നിട്ട് അവൻ ഓടിപ്പോവുകയാണ് ചെയ്യണത് അല്ലേ. ഹൂ ഈസ് പെക്കോളാസ് ബ്രദർ സാമി ഹൂ ഈസ് പെക്കോളാസ് ബ്രദർ സാമി ഈസ് പെക്കോളാസ് ബ്രദർ സാമി ഈസ് പെക്കോളാസ് ബ്രദർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മാക്ടിയേഴ്സ് ടേക്ക് പെക്കോള വിത്ത് ദം ടു ഹെൻറി വാഷിങ്ടൺ? കാരണം അവർ ലൊറൈനിലാണോ ക്ലോഡിയയ്ക്ക് താമസിച്ചിട്ട് പിന്നീട് അവർ മാറിപ്പോകുന്നുണ്ട് അല്ലേ, ഒരു കുറേ പ്രോബ്ലംസൊക്കെ വരുന്ന സമയത്ത് മാറിപ്പോകുന്നുണ്ട്. ആ സമയത്ത് അവരെന്ത് ചെയ്തു, പെക്കോളയും കൂടി കൂടെ കൊണ്ടുപോകണം. വൈ ഡിഡ് മാക്ടിയേഴ്സ് ടേക്ക് പെക്കോള വിത്ത് ദം ടു ഹെൻറി വാഷിങ്ടൺ? ആൻസർ എന്താണ്? ആൻസർ ഇതാണ്. പെക്കോളാസ് ഫാദർ ഹാസ് ട്രൈഡ് ടു ബേൺ ഡൗൺ his family's house and ക്ലോഡിയ ആൻഡ് ഫ്രൈഡ. നമുക്ക് കാണുന്ന ഒരു കരുണയുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവിടെ, ക്ലോഡിയയും ഫ്രൈഡ. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് മൊത്തം പാരൻസൊക്കെ അങ്ങനെ തന്നെയാണ്. വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, നമ്മുടെ പെക്കോളയുടെ ഒരു ഫാമിലിയിൽ നിന്നും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ ക്ലോഡിയയുടെയും ഫ്രൈഡയുടെയും ഫാമിലീനെ നമുക്ക് മാക്ടിയേഴ്സ് ഫാമിലീനായിട്ട് നമുക്കിവിടെ കാണുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് അറ്റത്ത് നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുക. പെക്കോളാസ് ഫാദർ has tried to burn down his family's house and Claudia and Frieda feel sorry for her. അല്ലേ, അവർക്ക് സങ്കടമാവുകയാണ്, അവളുടെ കാര്യം ആലോചിച്ചിട്ട് വിഷമാവുകയാണ്. അതുകൊണ്ടാണ് അവർ കൂടെ കൂട്ടിയത്. പെക്കോളാസ് ഫാദർ ഹാസ് ട്രൈഡ് ടു ബേൺ ഡൗൺ ഹിസ് ഫാമിലീസ് ഹൗസ് ആൻഡ് ക്ലോഡിയ ആൻഡ് ഫ്രൈഡ ഫീൽ സോറി ഫോർ ഹെർ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഡസ് Pecola pray for every night? What does Pecola pray for every night? According to the narrator in part 2. According to the narrator. According to the narrator or in part 2. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? ബ്ലൂ ഐസ് അല്ലേ, ബ്ലൂ ഐസിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ കഥയൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ, ബ്ലൂ ഐസ്. വാട്ട് ഡസ് പെക്കോള പ്രേ ഫോർ എവറി നൈറ്റ് അക്കോർഡിംഗ് ടു ദ നറേറ്റർ? ബ്ലൂ ഐസിന് വേണ്ടിയിട്ടാണ് അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതും ഒക്കെ ഏതാണ്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. പല എക്സാമിനുമായിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു പെക്കോളാസ് ബേബി അറ്റ് ദി എൻഡ്? വാട്ട് ഹാപ്പൻസ് ടു പെക്കോളാസ് ബേബി അറ്റ് ദി എൻഡ്? എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഈസ് ബോൺ പ്രിമേച്യൂർലി ആൻഡ് ഡൈസ്. അല്ലേ, എന്താണ് അവസാനം ആ കുട്ടിക്ക് എന്താ സംഭവിക്കണേ? അല്ലേ, അവൾ പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ ഉണ്ട് അല്ലേ, ബൈ ഹെർ ഫാദർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ കുട്ടി? അല്ലേ, ആ കുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവർ മാരിഗോൾഡ് അത് പിന്നെ അതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി മരിക്കില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലോഡിയയും ഫ്രൈഡയും കുട്ടി ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതപ്പോൾ ഇവിടെ വാട്ട് ഹാപ്പൻസ് ടു പെക്കോളാസ് ബേബി at the end? It is born prematurely and dies. It is born prematurely and dies. Okay, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പെക്കോളാസ് bewilderment at her own first menstruation shows dash. എന്താണ് bewilderment? എന്താണ്? ഒരു കൺഫ്യൂഷൻ അല്ലേ. Peccola's bewilderment at her on first menstruation shows dash. ഓക്കെ, നമ്മൾ പറഞ്ഞു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാരൻറ്റിങ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ക്ലോഡിയയുടെ വീട്ടിൽ കാണുന്നത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പെക്കോളയുടെ കാര്യത്തിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു ലൈഫൊന്നും അല്ല നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. കാരണം നമുക്ക് അറിയാവുന്നൊരു കാര്യം, അവളുടെ ഫാദർ അവളെ ആ ഒരു റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അവളുടെ മദർ എന്താ ചെയ്യണം? അവളെ ബീറ്റ് ചെയ്യുക ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കാണുമ്പോൾ എത്രത്തോളം അവളുടെ മദറിൻ്റെ അടുത്ത് നിന്ന് അവൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹെർ മദേഴ്സ് ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് മിസ്സസ് മാക്ടിയേഴ്സ് ക്ലോസ്നെസ് ടു ക്ലോഡിയ ആൻഡ് ഫ്രൈഡ. അല്ലേ, പെക്കോളാസ് bewilderment at her on first menstruation shows
The gap between her mother's detachment, gap between her mother's detachment and Mrs. McTeer's closeness to Claudia and Frieda. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. What is the distinguishing characteristic of Pauline? What is the distinguishing characteristic of Pauline? എന്താണ്? She has a bad foot. അല്ലെ, ഒരു കാലിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. What is the distinguishing characteristic of Pauline? She has a bad foot. She has a bad foot. What is the distinguishing characteristic of Pauline? Pauline ആരാണ്? പെക്കോളയുടെ മദറാണ് കേട്ടോ. പെക്കോളയും പോളിനും കൂടി മാറരുത്. പെക്കോള പൗലീൻ, ചോളി പൗലീൻ അല്ലേ. ഷീ ഹാസ് എ ബാഡ് ഫുഡ്. ഇനി ഷീ ഹാസ് എ ബാഡ് ഫുഡ്. 18th question. Who's it? I'm cute. ചിലപ്പോൾ നമ്മുടെ പോയത്തിലൊക്കെ ലൈൻസ് തരാറില്ലേ, അതേപോലെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എടുത്ത് തരികയാണ്. Who's it? I'm cute. And you ugly. And you ugly. Black and ugly black. Black and ugly black. എന്താണ് പറയുന്നത്? I'm cute and you ugly. എങ്ങനെ അഗ്ലി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് അഗ്ലി ബ്ലാക്ക്. ബ്ലാക്ക് ആൻഡ് അഗ്ലി ബ്ലാക്ക്. ആം ക്യൂട്ട്. അഗെയിൻ അല്ലേ, ആം ക്യൂട്ട്. ഹൂസ് ഇറ്റ്? ആം ക്യൂട്ട് ആൻഡ് യു അഗ്ലി. ബ്ലാക്ക് ആൻഡ് അഗ്ലി ബ്ലാക്ക്. ആം ക്യൂട്ട്. ആരാണ്? മോറീൻ അല്ലേ. മോറീനാണ് പറയുന്നത്. മോറീൻ നമുക്കറിയാം, ആദ്യം അവളായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, പിന്നെ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു കുട്ടി മോറീൻ അല്ലേ. മോറീനും ഇതേപോലെ തന്നെ പിന്നെ ബ്ലാക്കിഷ് ഗേളാണെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നും അവൾ കുറച്ചൊരു വ്യത്യസ്തയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് അവൾ കുറച്ചുകൂടി വ്യത്യസ്തയാണെന്ന് പറയുന്നിടത്താണ് ആ ഒരു ലൈൻ വരുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സോപ്ഹെഡ് ചേർച്ചസ് ഓക്യുപ്പേഷൻ? വാട്ട് ഈസ് സോപ്ഹെഡ് ചേർച്ചസ് ഓക്യുപ്പേഷൻ? സോപ്ഹെഡ് ചേർച്ചസ് ഓക്യുപ്പേഷൻ എന്താണ്? എ ഡ്രീം ഇൻ്റർപ്രറ്റർ. എ ഡ്രീം ഇൻ്റർപ്രറ്റർ. വാട്ട് ഈസ് സോപ്ഹെഡ് ചേർച്ചസ് ഓക്യുപ്പേഷൻ? നമ്മുടെ പെക്കോള അവിടെ ചെല്ലുന്നൊക്കെ ഉണ്ട് അല്ലേ, ആ ഒരു ഭാഗമാണ്. വാട്ട് ഈസ് സോപ്ഹെഡ് ചേർച്ചസ് ഓക്യുപ്പേഷൻ? എ ഡ്രീം ഇൻ്റർപ്രിറ്റർ. ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന കാര്യമൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒക്യുപ്പേഷൻ എന്താണ്? നമ്മളതിൽ സോപ്ഹെഡ് ചേർച്ച് എഷാം മിസ്റ്റിക് എന്നൊക്കെ പറയുന്നില്ലേ, അവിടെ ആ ഭാഗം. ഒക്യുപ്പേഷൻ എ ഡ്രീം ഇൻ്റർപ്രറ്റർ. വാട്ട് ഈസ് സോപ്ഹെഡ് ചേർച്ചസ് ഓക്യുപ്പേഷൻ? എ ഡ്രീം ഇൻ്റർപ്രറ്റർ അല്ലേ. ഡ്രീം സ്വപ്നത്തിനനുസരിച്ച് കാര്യങ്ങൾ പറയുന്ന ആൾ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഓൾഡ് ഈസ് പെക്കോള ബ്രീഡ്ലവ്? അഗെയിൻ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഹൗ ഓൾഡ് ഈസ് പെക്കോള ബ്രീഡ്ലവ്? ഹൗ ഓൾഡ് ഈസ് പെക്കോള ബ്രീഡ്ലവ്? 11 years. ഹൗ ഓൾഡ് ഈസ് പെക്കോള ബ്രീഡ്ലവ്? 11 years. ഹൗ ഓൾഡ് ഈസ് പെക്കോള ബ്രീഡ്ലവ്? 11 years. 11 years. ഹൗ ഓൾഡ് ഈസ് പെക്കോള ബ്രീഡ്ലവ്? ആൻസർ 11 years. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ കോൾസ് പെക്കോള? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഹൂ കോൾസ് പെക്കോള എ നാസ്റ്റി ലിറ്റിൽ ബ്ലാക്ക് ബിച്ച്? നേരത്തെ നമ്മൾ വേറൊരു ലൈൻ പറഞ്ഞ ഐ ആം ക്യൂട്ട് ആൻഡ് യു അഗ്ലി. ബ്ലാക്ക് ആൻഡ് അഗ്ലി ബ്ലാക്ക്. ഐ ആം ക്യൂട്ട്. മൗറീനാണ് പറഞ്ഞ ഒരു ഗേളാണ് പറയുന്നത്. ഇത് പറയുന്ന ആരാണ്? ഹൂ കോൾസ് പെക്കോള എ നാസ്റ്റി ലിറ്റിൽ ബ്ലാക്ക് ബിച്ച്? വൈ? ഒരാളങ്ങനെ വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? ആൻസർ ഇതാണ്. പെക്കോള വാസ് റോങ്ലി ബ്ലെയിംഡ്. വെറുതെ കുറ്റപ്പെടുത്താണ്. റോങ്ലി ബ്ലെയിംഡ് ഫോർ. എന്തിനാണ് കുറ്റപ്പെടുത്തിയത്? ഫോർ കില്ലിങ് എ ബോയ്സ് ക്യാറ്റ്. പെക്കോള വാസ് റോങ്ലി ബ്ലെയിംഡ് ഫോർ കില്ലിങ് എ ബോയ്സ് ക്യാറ്റ് ആൻഡ് വാസ് കോൾഡ് എന്താണ്? ആൻഡ് വാസ് കോൾഡ് എ നാസ്റ്റി ലിറ്റിൽ ബ്ലാക്ക് ബിച്ച്.
അല്ലേ? ഒരു ബോയിൻ്റെ ക്യാറ്റിനെ കൊന്നു എന്ന് വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ആ കുട്ടി പറയണം അല്ലേ? അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവളെ വിളിക്കുകയാണ് നാസ്റ്റി ലിറ്റിൽ ബ്ലാക്ക് ബിച്ച്. അതാരാ വിളിച്ചത്? ബൈ ഹിസ് മദർ. ആ ബോയിൻ്റെ മദറാണ് വിളിക്കുന്നത്. അവളുടെ പേരെന്താണ്? ജെറാൾഡൈൻ. Pecola was wrongly blamed for killing a boy's cat and was called a nasty little black bitch by his mother, Geraldine. മറ്റേതാരായിരുന്നു? മോറീനാണ് ആം ക്യൂട്ട് എന്ന് പറഞ്ഞ്. ഇവിടെ ജെറാൾഡൈൻ ആണ് നാസ്റ്റി ലിറ്റിൽ ബ്ലാക്ക് ബിച്ച് എന്ന് വിളിക്കുന്നത് ജെറാൾഡൈൻ. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നോക്കാം. ഹൂ ലിവ്സ് എബവ് the BREEDLOVE'S apartment? Who lives above the BREEDLOVE'S apartment? ആരാണ്? 3 prostitutes. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. 3 prostitute. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ്, വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്? ഇപ്പോൾ പെക്കോള ബ്രീഡ്ലവിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ താമസിക്കുന്ന 3 prostitutes ആണ്. വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്? അഗെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചൈന, പോളണ്ട് ആൻഡ് മാരി. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഒന്ന് സ്ലോ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ 22ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ലിവ്സ് എബവ് ദ BREEDLOVE'S അപ്പാർട്ട്മെൻറ്റ് എന്ന് നോക്കുമ്പോൾ 3 prostitutes. അത് അത്ര അങ്ങോ ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻ്റ് ആയത്, അതാണ് ഒന്ന് ഓടിപ്പോയത്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്? എന്തൊക്കെയാണ് ആ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിംസ്? ചൈന, പോളണ്ട് ആൻഡ് മിസ് മാരി. ചൈന, പോളണ്ട് and Miss Mary. China, Poland and Miss Mary. What are the names of the prostitutes? Answer, China, Poland and Miss Mary. Okay, അങ്ങനെ മൂന്ന് ആളുകളുടെ പേരാണ് തന്നിട്ടുള്ളത് അല്ലേ? ചൈനയും പോളണ്ടും നമുക്ക് ഓർമ്മയുണ്ടാവും, പിന്നെ മിസ് മാരി. ഓക്കെ, 3 പേരാണ് അതിൽ വരുന്നത്. ഇനി ഇതിൽ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ടെന്ന്. നമുക്ക് അത്ര സിമ്പിളായിട്ടുള്ള നോവലായിട്ട് തോന്നുമെങ്കിൽ പോലും ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിക്കാറുണ്ട്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഹേറ്റ്സ് വൈറ്റ് ബേബി ഡോൾസ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഹൂ ഹേറ്റ്സ് വൈറ്റ് ബേബി ഡോൾ? ക്ലോഡിയ മാക്റ്റിയർ അല്ലേ, അവർ നറേറ്റർ. ഹൂ ഹേറ്റ്സ് വൈറ്റ് ബേബി ഡോൾസ്? ക്ലോഡിയ മാക്റ്റിയർ. ഹൂ ഹേറ്റ്സ് വൈറ്റ് ബേബി ഡോൾസ്? ക്ലോഡിയ മാക്റ്റിയർ. അപ്പോൾ ഒരു 24ഓളം ക്വസ്റ്റ്യൻസ് അല്ലേ, 24 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം വേണ്ടത് നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഇതിൽ എൻ്റെ ക്ലാസ് എടുക്കുന്ന രീതിയിലോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യലൊക്കെ നമുക്കും കൂടി ഒരു ഹെൽപ്പിംഗ് ആണ് എന്നും കൂടി മനസ്സിലാക്കുക. അതേപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ, എൻ്റെ ക്ലാസ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഓൾ എന്നുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇനി മുതൽ ഞാൻ ഡെയിലി 2 വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒന്ന് നമ്മുടെ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഭാഗവും പിന്നെ നമ്മുടെ പെഡഗോഗി മെത്തഡോളജി ആ ഒരു ഭാഗങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2 വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാക്സിമം അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് അപ്പോൾ അതായത് ഇങ്ങനെ പോകുന്ന ഭാഗങ്ങൾ അപ്പോൾ ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുക. കൂടാതെ നിങ്ങളതിൻ്റെ കൂടെ പഠിക്കുകയും വേണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരേക്കും, അതായത് അധികം നേരമൊന്നുമില്ല, തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ.